സ്റ്റാർട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്ന ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾസിനെ കുറിച്ചായിരുന്നല്ലോ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോന്നായിരുന്നു. ഇൻട്രൊഡക്ഷൻ പോർഷൻ, എന്തിനാണ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളിന്റെ പ്രത്യേകത, അത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്ന ഒരു കേസാണ് പറഞ്ഞത്. അപ്പം ഓർമ്മയിൽ നമ്മൾ എടുക്കുമ്പോൾ അറിയാം നമ്മൾ എന്താണ്, നമുക്ക് ഡേറ്റ ലിങ്ക് ലെയറിലാണെങ്കിൽ നമ്മൾ മെഷീൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ മാക് അഡ്രസ് യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യുന്നു. നെറ്റ്വർക്ക് ലെയർ ആകുമ്പോൾ IP അഡ്രസ് യൂസ് ചെയ്തുകൊണ്ടാണ് ആക്സസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ ആകുമ്പോൾ കറസ്പോണ്ടിങ് പോർട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദറ്റ് മീൻസ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്നത്. ഇനി യൂസ് ചെയ്യുന്നത് 16 ബിറ്റ് പോർട്ട് നമ്പർ ആണ് നമുക്ക് ഉണ്ടാവുക. 16 ബിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂസ് 0 to 65,535 എന്നുള്ള രീതിയിൽ, ആക്ച്വലി 36 ആണ്, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് റേഞ്ച് ആ രീതിയിൽ പറയുന്നത് കേട്ടോ. നമ്മൾ അതിനകത്ത് നോക്കിയ പോർട്ടുകൾ, പലതരത്തിലുള്ള പോർട്ടുകളെ കുറിച്ച് നോക്കിയായിരുന്നു. വെൽ നോൺ പോർട്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് പോർട്സ് ഉണ്ട്, ഡൈനാമിക് പോർട്സുകൾ. 3 തരത്തിലുള്ള പോർട്ടുകളാണ് പൊതുവെ ഉള്ളത് നമ്മൾ നോക്കിയായിരുന്നു. വെൽ നോൺ പോർട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ ഡെഡിക്കേറ്റഡ് ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഓരോ പ്രോട്ടോകോളിന് കറസ്പോണ്ടിങ് ആയിട്ട് പോകുന്ന പോർട്ട് നമ്പറുകൾ കോമൺ ആണ്. നമ്മളിപ്പോൾ HTTP കാണിച്ചിട്ടില്ല, പക്ഷെ HTTPക്ക് നമ്മൾ പോർട്ട് നമ്പർ 80 യൂസ് ചെയ്യുന്നു. HTTPS ആണെങ്കിൽ നമ്മൾ 443 യൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ്. ഇത് ഡെഡിക്കേറ്റഡ് പോർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് റേഞ്ച് വേരി ചെയ്യുന്നത് 0 to 1023 രീതിയിലാണ് റേഞ്ച് ചെയ്യുന്നത് ഓർക്കുക. പിന്നെ ബാലൻസ് വരുന്ന നമ്പേഴ്സിനാണ്, നമുക്കറിയാം 65,000-ഓളം നമുക്ക് പോർട്ടുകളുള്ള അതിനകത്ത് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. രജിസ്റ്റേർഡ് പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻഡേഴ്സിന് റിലേറ്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സംഗതിയാണ്. അത് 1024 to അതിന്റെ റേഞ്ചും സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഡൈനാമിക്, ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന പോർട്ട് എന്ന് പറയുന്നത് ഡൈനാമിക് പോർട്ടാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി TCPയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, TCP ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് 2 തരത്തിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന, ഒന്ന് TCP, ഒന്ന് UDP ആണെന്ന് പറഞ്ഞു. TCP എന്ന് പറഞ്ഞെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അതൊരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന റേഞ്ചിൽ എടുക്കുന്നു. UDP എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നു. കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, സെൻഡറും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പാത്ത് സെറ്റ് ചെയ്തതിനു ശേഷം ഡേറ്റ സെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണക്ഷൻ ഓറിയന്റഡ് എന്നുള്ള രീതിയിലേക്ക് പറയാം. അപ്പം അതില് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് TCP വഴി. അപ്പം റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് നമുക്ക് ഉറപ്പുള്ള സിറ്റുവേഷൻസിലെല്ലാം തന്നെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക, TCP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് UDP യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പൊതുവെ ഫയൽ ട്രാൻസ്ഫർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമുക്ക് കമ്പൽസറി ആയിട്ടും റിലയബിൾ ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ TCP കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ടേബിൾ റെഫർ ചെയ്യുമ്പോൾ തന്നെ പറയാം ഓരോ ടൈപ്പ് പ്രോട്ടോകോളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കണക്ഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പോർട്ട് നമ്പർ ഒരു ഡിവൈസിന് ഒരു മെഷീന് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് സർവീസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോർട്ട് നമ്പറോടൊപ്പം തന്നെ, പോർട്ട് നമ്പർ റിലേറ്റഡ് ടു പ്രോസസ് ആണ്, ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വരുന്നത് ആ പോർട്ട് നമ്പർ ജനറേറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, ഒരു സോക്കറ്റ് എന്ന് പറയുന്നുണ്ട്. IP അഡ്രസ്സും പോർട്ട് നമ്പറും കൂടെ കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ സോക്കറ്റ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അതിനകത്തെ അത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിപ്പോയത് തന്നെ. പിന്നെ എന്തായിരുന്നു, പിന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കേസസ് ആണെന്ന് പറഞ്ഞത് ഫ്രെയിംസ്. നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയറിലാണെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രെയിം ഡെലിവറിയുടെ നോഡ് ടു നോഡ് രീതിയിൽ എടുക്കുന്നു. നെറ്റ്വർക്ക് ഡേയിലാണെങ്കിൽ നമ്മൾ ഡേറ്റാഗ്രാംസ് ഡെലിവറി ഹോസ്റ്റ് ടു ഹോസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന. ട്രാൻസ്പോർട്ട് ലെയറിലാവുമ്പോൾ എന്താ ചെയ്യുന്നത്, പ്രോസസ് ടു പ്രോസസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സെഗ്മെന്റ് സീക്വൻസ് പാറ്റേണിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യും. ഇനി ഇതിനകത്ത് പറഞ്ഞ എന്തായിരുന്നു, പോർട്ട് നമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ്
രണ്ട് കേസിനകത്ത് ഉണ്ടായിരിക്കും, ക്ലയന്റിന്റെ സെർവറിന്റെയും പോർട്ട് ബേസ് ചെയ്തുകൊണ്ട് പോകും. ഇവിടെ നമുക്ക് പോർട്ട് നമ്പറിനെ സംബന്ധിച്ചിടത്തോളം സെർവർ ക്ലയന്റിന്റെ പോർട്ട് ആയിരിക്കും അപ്ലിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വെബ് HTTP ബേസ് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് വെബ് പേജ് ആക്സസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് HTTP പോർട്ടാണ്, അത് ഫിക്സ്ഡ് ആണ്. HTTP പാറ്റേണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് 80 ആണ്. HTTP സെക്യൂർ ഫാഷനിലാണെങ്കിൽ അത് 43 ആണെന്നുള്ളത്. അപ്പൊ സെന്ററിന്റെ മാത്രം പോർട്ട് നമ്പറിനാണ് വേരിയേഷൻ വരത്തുള്ളൂ, ഡിപ്പെൻസ് അപ്പോൺ അപ്ലിക്കേഷൻ. ഇനി ഈ പോയിന്റ് മനസ്സിലോർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. IP address simply identifies the destination machine from the network, while port number identifies a particular process running on the destination machine. പിന്നെ ഓർമ്മയിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിനെ കുറിച്ചായിരുന്നു. പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം പറഞ്ഞ ലോജിക്കൽ ഡിവിഷൻ ആണ്. അപ്പൊ ഒന്നിനു മുകളിൽ ഒന്നാന്നുള്ളത് ഓരോന്നിനെയും ലെയർ വൈസ് കണക്ഷൻ നമ്മൾ പോകുമ്പോൾ ഡേറ്റ പാസ് ചെയ്തില്ലെങ്കിൽ യൂസറിന്റെ ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ ചെയ്യുന്നല്ലോ, യൂസറിന്റെ ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ ചെയ്യുന്ന നെക്സ്റ്റ് ലെയറുകളിലേക്ക് ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ കൈമാറി ഫിസിക്കൽ ലെയർ വഴി പോകാനുള്ള ആ കറസ്പോണ്ടിങ് കേസസിലെ ഓരോ ലെയറുകളിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രോട്ടോകോളുകളുടെയാണ് ലിസ്റ്റാണ് അതിന് പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ട്രാൻസ്മിഷൻ കൺട്രോൾ. ഇപ്പൊ ട്രാൻസ്പോർട്ട് ലെയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ രണ്ട് പ്രോട്ടോകോളുകളെ നോക്കേണ്ട, ഒന്ന് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും പിന്നൊന്ന് UDP, യൂസർ ഡേറ്റ. ഇതിലെ TCP യൂസ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ നമുക്ക് ജനറൽ ഐഡിയാസും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിനകത്ത് അതിന്റെ സർവീസസുകൾ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, സ്ട്രീം ഓഫ് ഡേറ്റ നമുക്ക് കൊടുക്കാം വെച്ചാൽ കണ്ടിന്യൂസ് ഡേറ്റ പാസ് ചെയ്യാനായിട്ട് കുറച്ചും റിലയബിൾ ആണെന്നുള്ളതാണ്. കാരണം കണക്ഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട് പാക്കറ്റ് മിസ്സിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എറർ എന്തുണ്ടെങ്കിലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എഫിഷ്യന്റ് ഫ്ലോ കൺട്രോൾ നമുക്കറിയാം. നമ്മൾ ഇവിടെ ഒരു ഇതിനകത്ത് നമുക്കൊരു ഹെഡർ പാറ്റേൺ നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് വിൻഡോ സൈസിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. വിൻഡോ സൈസ് എന്ന് വെച്ചാൽ സെൻഡർക്ക് എന്തുമാത്രം സൈസിലുള്ള ഡേറ്റാസ്, എത്ര സൈസിൽ ഡേറ്റ സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും അതുപോലെ തന്നെ സെർവർ സൈഡിൽ എന്തുമാത്രം കപ്പാസിറ്റിയിലുള്ള ഡേറ്റ പാസേജ് നടത്താൻ പറ്റും. റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ സാധാരണ വിൻഡോ സൈസിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ആ വിൻഡോ സൈസ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് ഫ്ലോ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ പറയുന്ന സ്പീഡിൽ നമ്മളങ്ങനെ സ്ലോ ലിസണേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയണം, നിർത്തി കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് അവരെയും കൂടെ മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ് എടുക്കുക എന്ന് പറയും. ഫാസ്റ്റ് ലിസണേഴ്സിനെ ഫാസ്റ്റ് ലേണേഴ്സും സ്ലോ ലേണേഴ്സും രണ്ട് രീതിയിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. പറയുന്ന പോലെ സെൻഡറും റിസീവറും, സെൻഡർ എത്ര സ്പീഡിൽ സെൻഡ് ചെയ്യാൻ പറ്റും, എത്ര സ്പീഡിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന പോലെ രണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സെർവറിലായിരിക്കും കേട്ടോ. അപ്പൊ സെർവറിനെ സ്വാഭാവികമായിട്ടും സ്വീകരിക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റുന്നു ഡേറ്റയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷെ അത്രയും ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സെറ്റിംഗ് നമ്മൾ ഫ്ലോ കൺട്രോളിന് വേണ്ടി നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ ഒരു കേസാണ് ഫുൾ ഡ്യൂപ്ലെക്സ് ഓപ്പറേഷൻ. ഇവിടെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 2-way കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ പൊതുവെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന രീതിയിലുള്ള ക്ലയൻറ്റ് സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പൊ റിസീവർ എൻഡറിനും സെൻഡ് ചെയ്യാം. ഇപ്പൊ സെൻഡർ ഒരു കാര്യം സെൻഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ റിസീവർ എൻഡർ റിസീവ് മാത്രമല്ല, അവിടുന്ന് തിരിച്ച് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സെൻഡ് റിസീവ് അത് ഒരേ ഇതിൽ തന്നെ സൈമിൾട്ടേനിയസ് പാറ്റേണിൽ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കും. സാധാരണ നമ്മൾ ഇത് നെറ്റ്വർക്കിന്റെ ആദ്യകാലങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് ഒരു സൈഡിൽ പറഞ്ഞ ശേഷം വോക്കി ടോക്കി ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഒരാൾ പറഞ്ഞ് നിർത്തിയിട്ട് അടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇൻബിറ്റ്വീൻ പറ്റുക. ഫോൺ കോൺവെർസേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ ഡ്യൂപ്ലെക്സ് പാറ്റേണിലൊക്കെ പറയും. എന്ന് പറയുന്ന പോലെ അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ സെൻഡർക്ക് റിസീവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഡേറ്റ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, രണ്ട് ഡെസ്റ്റിനേഷനും സോഴ്സിനും ഡെസ്റ്റിനേഷനും സൈമിൾട്ടേനിയസ് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നതുകൊണ്ടാണ് ഫുൾ ഡ്യൂപ്ലെക്സ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ TCP ഹെഡർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ TCP പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം. നമുക്ക് ഇതിൽ ഈ ഹെഡർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ് ഫുൾ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇതിൽ ആദ്യം ഉണ്ടാകുന്ന ആരാണ് സെൻഡ് ചെയ്യുന്നതും ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്, സോഴ്സ് പോർട്ട് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ പോർട്ട്. അപ്പോൾ സോഴ്സ് പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ മെഷീൻ ആയിരിക്കും. ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത്, അതായത് HTTP ആണ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു സർവീസ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് 80 പോർട്ട് നമ്പർ അത് ഫിക്സ്ഡ് ആണ്. അതേസമയം അത് സെക്യൂർ പാറ്റേൺ ആണെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മൾ ടെൽനെറ്റ് ആണെങ്കിലും FTP ആണെങ്കിലും 25 21 ആ പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മളത് യൂസ് ചെയ്യാം.
ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞാലും സീക്വൻസ് നമ്പർ എന്നൊരു സംഗതി നമ്മുടെ കയ്യിലുണ്ട്. സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റയെ നമുക്കവിടെ തിരിച്ച് റിസീവിങ് എൻഡിൽ അത് ഓർഗനൈസ് ചെയ്യണ്ടേ, ആ ഓർഗനൈസേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് സീക്വൻസ് നമ്പറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, റിയലൊക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ ദെൻ അക്നോളജ്മെന്റ് നമ്പർ എന്ന് പറയും. ഈ അക്നോളജ്മെന്റ് നമ്പർ ഈ TCP ഹെഡറിനകത്ത് കൊടുക്കാൻ കാരണം നമ്മൾ പറഞ്ഞത് 2-way കമ്മ്യൂണിക്കേഷൻ അല്ല, നമ്മൾ പറഞ്ഞത് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ആണ്. 3-way ഹാൻഡ് ഷേക്കിംഗ്, 2-way എന്ന് വെച്ചാൽ 3-way ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, ഒരു ഐഡിയ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു സെൻഡ് ചെയ്ത ഡേറ്റ കറക്റ്റ് ആയിട്ട് റിസീവർ സെന്ററിൽ കിട്ടിയിട്ടുണ്ടെന്നും ഒന്നും മിസ്സായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അക്നോളജ് ചെയ്യപ്പെട്ടുണ്ട്, ഞാൻ സെൻഡ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ റിസീവ് ചെയ്യാൻ ഇന്ന സൈഡ് മെഷീൻ സെർവർ അതിന് റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ച് റെഡി ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ പാസേജ് നടത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അക്നോളജ്മെന്റ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളുടെ റിലയബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാം അക്നോളജ് ചെയ്യുക, സെൻഡ് ചെയ്ത സാധനം കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ, അടുത്ത എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലുള്ള അക്നോളജ്മെന്റ്. പണ്ട് ആപ്ലിക്കേഷൻ ഫോംസ്, നമ്മളിപ്പം ഇമെയിൽ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കോളേജുകളിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തോണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ പോസ്റ്റലായിട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു. ഏത് കോളേജിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ കോളേജിന്റെ അഡ്രസ്സും കാര്യങ്ങളൊപ്പം അതിന്റെ ഒപ്പം തന്നെ ഒരു അക്നോളജ്മെന്റ് കാർഡിൽ നമ്മൾ നമ്മുടെ വീട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു കാർഡും കൂടെ ഫിക്സ് ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് കോളേജുകളിൽ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അന്നേരം നമുക്കപ്പം ഈ അക്നോളജ്മെന്റ് കാർഡ് തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉറപ്പാക്കായിരുന്നു, കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ കോളേജിൽ എത്തിയിട്ടുണ്ട്, അവിടെ സ്വീകരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ നെക്സ്റ്റ് വിളിക്കുന്നത് ഇതെല്ലാം പോസ്റ്റൽ രീതിയിലായിരുന്നു. ഇപ്പൊ ആ ഒരു സിസ്റ്റമേ ഇല്ല എങ്കിൽ പോലും പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ട്. അപ്പം ജസ്റ്റ് അക്നോളജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സെൻഡ് ചെയ്ത ഡേറ്റ പ്രോപ്പർ ആയിട്ട് കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് നമ്മൾ അക്നോളജ്മെന്റ് യൂസ് ചെയ്ത് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ഹെഡർ ലെങ്തിനെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു. ഹെഡർ ലെങ്ത് 4 ബിറ്റ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഹെഡർ ലെങ്ത് നമ്മൾ പറഞ്ഞു, ഹെഡർ ലെങ്ത് മാക്സിമം എത്ര ബിറ്റ് തൊട്ട് എത്ര വരാം, 20 ബൈറ്റ്സ് 60 ബൈറ്റ് നമുക്ക് ഇതിന് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് എങ്ങനെയാ ഹെഡർ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓരോന്നിന് ഇതിന് സോഴ്സ് പോർട്ടിന് 16 ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഡെസ്റ്റിനേഷൻ ഈ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുക, 16 + 16 + 32 + 32 ഈ ഓരോ രീതിയിലും. പിന്നെ ഫ്ലാഗുകൾക്കെല്ലാം 1 ബിറ്റ് യൂസേജ് അല്ല വരുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻസും പാഡിങ്ങിന് ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. കാരണം അതെന്ന് വെച്ചാൽ അത് ഡിപ്പെൻസ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മിനിമം 20 തുടങ്ങിയിട്ട് 60 വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വാല്യൂസ് ഈ ഓപ്ഷൻസും പാഡിങ്ങും ഒഴിവാക്കി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 160 കഴിയും. 160 / 8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും 20 ആയിരിക്കും മിനിമം കിട്ടാൻ തുടങ്ങുന്നത്. ഈ 20 തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 4 ബിറ്റ് പാറ്റേണിൽ പ്രസന്റ് ചെയ്യാം. അതായത് 20 / 5 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 / 4 എന്ന് പറയുന്നത് 5 വാല്യൂസ് 5 ആണ് കിട്ടുന്നത്. 5 എന്ന് പറയുന്നത് 1001 എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്ത 5 കിട്ടും. അപ്പോൾ ഹെഡർ ലെങ്ത് നമുക്ക് ഈ ഹെഡർ ലെങ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് ഡേറ്റയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചും കൂടെ കിട്ടുക. അപ്പോൾ എപ്പോഴും ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് അഡീഷൻ ഇൻഫർമേഷൻ പ്രൊവിഷൻ ആയിരിക്കും. ഡേറ്റയെ കുറിച്ചുള്ള അഡീഷൻ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ ഹെഡർ യൂസ് ചെയ്യും എല്ലാത്തിനകത്തും. അപ്പൊ ഹെഡർ ലെങ്ത് തരുന്നത് മൊത്തത്തിൽ എത്ര ബിറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഓപ്ഷൻസ് യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് 20ക്ക് മേളിലുള്ള ഒരു ബൈറ്റ് യൂസേജ് എന്തിന് വരുള്ളൂ, ഈ ഹെഡർ ലെങ്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ട കാര്യമുള്ളൂ. ദെൻ ഈ ഹെഡർ ലെങ്ത്തിന്റെ കാര്യങ്ങൾ കൂടെ ഉദ്ദേശിക്കും. കാരണം ചെക്സം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഈ ചെക്സം ചെയ്യുന്ന എന്തിനാണ്, കറക്ഷൻസ് എന്തെങ്കിലും നമ്മൾ ഈ ഡേറ്റ ഹെഡറിനകത്തോ അല്ലെങ്കിൽ ഡേറ്റയ്ക്കകത്തോ കറക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ചെക്സം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്ത് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഈ വാല്യൂ കാൽക്കുലേഷൻ നടക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് റിസർവ് ബിറ്റ്, അത് അഡീഷണൽ പോയിന്റ്സ് എന്നീ വാല്യൂസിന് വേണ്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അർജന്റ് ഫ്ലാഗ് ഉണ്ട്, അക്നോളജ്മെന്റ് ഫ്ലാഗ് ഉണ്ട്, പുഷ് ഫ്ലാഗ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, സിംഗ്രണൈസേഷൻ ചെയ്യാനുള്ള സിംഗ് ഫ്ലാഗ് ഉണ്ട്, ഫിനിഷ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ കണക്ഷൻ സ്റ്റോപ്പ് ആക്കാനുള്ള ഫിൻ ഫ്ലാഗും ഉണ്ട് നമുക്ക്. ഇതില് ഒരു കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ 3-way ഹാൻഡ് ഷേക്കിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ റിസീവർ എൻഡ് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കൊടുക്കുന്ന സിംഗ് ഫ്ലാഗ് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് പോകുന്നത്. സോഴ്സ് അഡ്രസ് ആർക്കാണെന്നുള്ളതിന്റെ ഇൻഫർമേഷനോടൊപ്പം തന്നെ സിംഗ് ഫ്ലാഗ് ആയിരിക്കും ഫസ്റ്റ് സെറ്റ് ചെയ്തത്. സിംഗ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷൻ സെന്റർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ റിസീവർ എൻഡിലേക്ക് സാധനം പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഈ വിൻഡോ സൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വിൻഡോ സൈസ് എന്ന് പറഞ്ഞാൽ
ഈ സോഴ്സിന് എന്തുമാത്രം ഡേറ്റ അറ്റ് എ ടൈം പാസ് ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ സൈസ്, വിൻഡോ സൈസ് മീൻസ് ആ സെഗ്മെന്റ് സൈസ് എത്രമാത്രം ഉണ്ട്, സ്റ്റോർ ചെയ്യാനുള്ള ബഫർ സൈസ് എന്തുമാത്രം സെന്റർ സൈഡിലുണ്ടെന്നും, അതുപോലെ തന്നെ ഇത് ഈ സെന്റർ ഇവിടുന്ന് ഈ ഒരു ഹെഡർ അയക്കുമ്പോൾ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷൻ പോർഷനിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു ഹെഡർ വരുന്നുണ്ട്, ഒരു വാല്യൂ വരുന്നുണ്ട്. അതിലും അവർ റിസീവറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കപ്പാസിറ്റിയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസോടുകൂടി നമുക്ക് കിട്ടും. അപ്പൊ വിൻഡോ സൈസ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഫ്ലോ കൺട്രോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് കൂടുതൽ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡേറ്റ മിസ്സിംഗ് ഉണ്ടാവും. അതുകൊണ്ട് വിൻഡോ സൈസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അർജന്റ് പോയിന്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡേറ്റയ്ക്ക് എന്തെങ്കിലും പ്രയോറിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അർജന്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഏത് ഡേറ്റയ്ക്കാണ് അർജൻസി അല്ലെങ്കിൽ ഈ സെഗ്മെന്റ്സ് പാസ് ചെയ്ത് പോകുന്ന ഡേറ്റയുടെ സീക്വൻസിൽ എവിടം വരെയുള്ള ഡേറ്റാസ് ആണ് അർജന്റ് ഡേറ്റ പാറ്റേണിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അർജന്റ് പോയിന്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പം ഇനി ഇതിനകത്ത് ഓപ്ഷൻസും പാഡിംഗ് ഒക്കെ വേണ്ടി വരുന്ന ഞാൻ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ വിൻഡോ സൈസ് സെറ്റ് ചെയ്ത് വെച്ചാലും ആ വിൻഡോ ഇനിയിപ്പോ ഞാൻ പറയാം എനിക്ക് 1000 ബൈറ്റ്സ് സെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ 1000 അല്ലെങ്കിൽ 1000 ബൈറ്റ്സ് സെൻഡ് ചെയ്യാനും 1000 ബൈറ്റ്സ് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ 1000 ബൈറ്റ്സ് അറ്റ് എ ടൈം വരാൻ പറ്റില്ല. കാരണം അത് അപ്പൊ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്നിച്ച് തന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ പറയുന്ന ക്ലാസ് എടുക്കുന്ന പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പോലെ എത്ര പീസസ് ആക്കി പാസ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മുടെ മാക്സിമം സെഗ്മെന്റ് സൈസ് സ്പെസിഫിക്കേഷൻസ് അതൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കും. അങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ പാഡിംഗ് ചെക്ക്, നമ്മൾ റൗണ്ടിങ് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചെക്സും ഹെൽപ്പിന് വേണ്ടി കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ പാഡിങ്ങിനകത്ത് കൊടുക്കും. അപ്പൊ ഈ രണ്ട് ഫീൽഡിനകത്ത് വരുന്ന എക്സ്ട്രാ ബിറ്റിന്റെ യൂസേജ് നമ്മൾ എന്തിനെ സംബന്ധിച്ചിടത്തോളം വേരിയേഷൻ വരുത്തുള്ളൂ, ഹെഡർ ലെങ്തിനകത്ത് വേരിയേഷൻ വരുത്തുന്ന. ഇനി ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഗ്മെന്റുകളായിട്ടാണ് ഓരോ സെഗ്മെന്റ് സൈസ് നമ്മൾ കൊടുക്കുക. ഒരു സെഗ്മെന്റിന് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് ഡേറ്റ, സീക്വൻസ് ഓഫ് ഡേറ്റാസ് ആണ് ബൈ ഗ്രൂപ്പ് ആണ് നമ്മൾ എടുക്കുന്നത്. യൂണിറ്റ് ഓഫ് ഡേറ്റ അതിനകത്തുണ്ട്, ഒന്നിൽ കൂടുതൽ വാല്യൂസ് അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെ ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സീക്വൻസ് നമ്പർ കേട്ടോ. ദാറ്റ് ഈസ് സീക്വൻസ് നമ്പർ റെഫേഴ്സ് എ ബൈറ്റ് കൗണ്ട്. അപ്പൊ ഈ നമ്മള് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ അക്നോളജ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ സീക്വൻസിനെ ബേസ് നമ്പറിലാണ് വാല്യൂസ് ഫോർവേഡ് ചെയ്യുന്നത്. വെച്ചാൽ നമ്മൾ ഒരു ഡേറ്റ ഞാൻ 100 എന്ന് പറയുന്ന ഒരു ബൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വാല്യൂ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അക്നോളജ്മെന്റ് ചെയ്യുന്ന ആൾ 100 കിട്ടി എന്ന് എനിക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക വെച്ചാൽ അക്നോളജ്മെന്റ് ഒരു നമ്പർ കൂടി ചെയ്തോട്ടെ, 101 കിട്ടുവാണെന്ന് എനിക്ക് മീൻ ചെയ്യുന്ന എന്താണ്, സെന്റർ എന്നുള്ള രീതിയിൽ സെന്ററിന്റെ സൈഡിൽ ഞാൻ വിചാരിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ 100 എന്ന് പറയുന്ന വാല്യൂ അവിടെ കിട്ടി. So sequence number, acknowledgement number. Acknowledgement number used by the sender to acknowledge the received data. Header length. ഇതെല്ലാം നോക്കിയ കാര്യങ്ങൾ. പിന്നെ കൺട്രോൾ ഫ്ലാഗുകളായിട്ടാണ് ഈ ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്ന. അർജന്റ് പോയിന്റർ നമുക്ക് ഡേറ്റയ്ക്ക് അല്ലെ സീക്വൻസ് ഓഫ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അർജന്റ് പോയിന്റർ ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അർജന്റ് പോയിന്ററിന്റെ അർജന്റ് എന്നുള്ള ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തീർച്ചയായിട്ടും അതിന്റെ അർജന്റ് പോയിന്റർ, അതായത് സീക്വൻസ് ഏതാണ് വാല്യൂ, ഡേറ്റ വാല്യൂ എവിടെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ റീസെറ്റും ഫിനിഷ് എന്ന് പറയുന്ന ഈ രണ്ട്, RSTയും ഫിൻ എന്ന് പറയുന്ന രണ്ട് വാല്യൂ റീസെറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴായിരിക്കും, ഇൻ ബിറ്റ്വീൻ കണക്ഷൻ ബ്രേക്ക് ആവുന്ന സമയത്ത്, ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എൻഡ് ടു എൻഡ് കണക്ഷനകത്ത് ഉണ്ടാവുന്ന പ്രശ്നം മൂലമാണ് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടത്. ഫിൻ എന്ന് പറയുന്ന ഫ്ലാഗ് പൊതുവെ സെറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, എനിക്ക് സെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ റിസീവർ സൈഡിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് നിർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇൻഡിക്കേഷൻ കൊടുക്കും. ആ ഇൻഡിക്കേഷൻ ആണ് നോർമൽ ഫിനിഷിംഗ് ആണ് നമ്മൾ ഫിൻ എന്ന് പറയുന്ന ഫ്ലാഗ് വഴി സെറ്റ് ചെയ്ത് കൊടുക്കുക. അബ്രപ്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണ് നമ്മൾ എന്തായിട്ട് റീസെറ്റ് ഫ്ലാഗിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. റീസെറ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോൾ റീസെന്റ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ വരും. ഇത് വിൻഡോ സൈസിനെ കുറിച്ച് ഉള്ള പോയിന്റ്സ് പറഞ്ഞതാണ്.
എത്ര കപ്പാസിറ്റിയിൽ സെൻഡർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, എത്ര കപ്പാസിറ്റി റിസീവർക്ക് സ്റ്റോർ ചെയ്യാം, തിരിച്ചെത്രയ്ക്ക് ഇങ്ങോട്ട് തിരിച്ച് സെൻഡ് ചെയ്യാം. അപ്പം റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും പറ്റുന്ന കപ്പാസിറ്റിയാണ് പൊതുവെ വിൻഡോസ് സൈസ് നമ്മൾ പറയാം. അത് ഒറ്റയടിക്ക് കൊടുക്കാതെ എത്ര പീസസ് ആക്കി എങ്ങനെയാണ് അത് എത്ര സൈസ് ഒരു സെഗ്മെന്റിനകത്ത് എത്ര മാത്രം വാല്യൂ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാക്സിമം വിൻഡോസ് സൈസ് സെഗ്മെന്റ് സൈസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് സൈസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. Then characteristics of TCP. ഇനി ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും ടെർമിനേഷനും ആണ്. TCP എങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറഞ്ഞത് കണക്ഷൻ ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞത് വിർച്വൽ കണക്ഷൻ ആണ് പെർഫോം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫിസിക്കൽ കണക്ഷൻ അല്ല, വിർച്വൽ കണക്ഷൻ ആണ്. ഈ വിർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഫേസസ് ആണ്, അതായത് 3 ഫേസസ്. അതുകൊണ്ടാണ് 3-വേ ഹാൻഡ് ഷേക്കിംഗ് എന്നൊരു പാറ്റേണിലാണ് നമ്മളിവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുന്നത്. ഫസ്റ്റ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്ന ആ കണക്ഷന് തന്നെ 3 കാര്യങ്ങളൊന്ന് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, പിന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഒരു കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ അതായത് 3 സ്റ്റെപ്പുകൾ ഉണ്ട്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക, കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുക. ഇതിലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു 3-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ കാണുന്നതിലും കുറച്ചും കൂടി നല്ലത് നമുക്ക് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, 3-വേ ഹാൻഡ് ഷേക്കിങ്ങിന്റെ ഈ ഒരു പിക്ചർ ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് എളുപ്പമുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഹോസ്റ്റും 2 ഡിവൈസസ് ആണ്. ഇത് സെന്റർ എന്നുള്ള രീതിയിൽ ക്ലയന്റ് ആണ്, ഇത് സെർവർ അല്ലെ സെന്റർ റിസീവർ, ഏത് പേര് കൂട്ടാലും കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് എ എന്നും ബി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എ ബി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സെറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, ഹെഡർ വാല്യൂല് നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നത് ഇതായിരിക്കും. അതിൽ സിങ്ക് എന്ന് പറയുന്ന ഫീൽഡ് വാല്യൂ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ സിങ്ക്രണൈസേഷൻ ഫീൽഡ്. സിങ്ക്രണൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരേ തരത്തിൽ പോവാം, ബാലൻസ് ചെയ്ത് പോകുന്നതിനാണ് സിങ്ക്രണൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു സീക്വൻസ് നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് സെഗ്മെന്റ് സീക്വൻസ് നമ്മൾ സെഗ്മെന്റ്സുകളായിട്ടാണ് പോകുന്നത്. നമ്മുടെ വിൻഡോസ് സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ സൈസ് പല സെഗ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ സെഗ്മെന്റ്സിന് എന്തുണ്ടാവും, നമ്പർ ഓഫ് ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് സീക്വൻസ് വാല്യൂ ആയിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, ആ സീക്വൻസ് നമ്പർ നമ്മൾ എങ്ങോട്ട് സെൻഡ് ചെയ്യും, പോസ്റ്റിലേക്ക് സെൻഡ് ചെയ്യും, എന്നുവെച്ചാൽ ബിയിലേക്ക് സെൻഡ് ചെയ്യും. ബി അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നത്, ബിക്ക് ബിയുടേതായിട്ടുള്ള ഒരു സീക്വൻസ് ജനറേഷൻ ഉണ്ട്. സെഗ്മെന്റ് കമ്പൽസറി അതിന്റെ സീക്വൻസുകൾ ഉണ്ടായിരിക്കും. എക്ക് എയുടെ ഒരു സീക്വൻസ് പാറ്റേൺ ഉണ്ടായിരിക്കും, ബിക്ക് ബിയുടേതായ ഒരു സീക്വൻസ് പാറ്റേൺ ഉണ്ടായിരിക്കും. ഇപ്പൊ ക്ലാസ് നമ്പേഴ്സ് നമ്മൾ എടുക്കാറില്ലേ, ഫസ്റ്റ് ഇയർ കുട്ടികളുടെ റോൾ നമ്പർ ഒരു രീതിയിലായിരിക്കും, സെക്കൻഡ് ഇയർ കുട്ടികളുടെ ഫസ്റ്റ് ഇയറിനെ സെക്കൻഡ് ഇയറിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ ക്ലയന്റിന് ഒരു സീക്വൻസ് സ്റ്റാർട്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ എക്ക് ഒരു സീക്വൻസ്, ക്ലയന്റിന് എക്ക് ഒരു സീക്വൻസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്ന രീതി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബിയിലും ഒരു പർട്ടിക്കുലർ വാല്യൂ തൊട്ടായിരിക്കും സീക്വൻസ് നമ്പർ ഉണ്ടാകുന്നത്. അപ്പം ഇത് എയുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിലാണോ ബിയുടെ ആണോ തിരിച്ചറിയാൻ ഭാഗത്ത് നമുക്കുള്ളതായിരിക്കും ഉണ്ടാവുക. ഇനി എയുടെ നിന്ന് ഒരു സിങ്ക് വാല്യൂ, അതായത് സീക്വൻസ് വാല്യൂ സെറ്റ് ചെയ്ത് മെസ്സേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബി എന്താ ചെയ്യണത്, ബി അത് കിട്ടിയെന്ന് തിരിച്ച് കൊടുക്കുന്നത് 2 കാര്യങ്ങൾ വെച്ചുകൊണ്ട്. ബി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സീക്വൻസിനോടൊപ്പം തന്നെ ഒരു അക്നോളജ്മെന്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുക. അക്നോളജ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ സീക്വൻസ് നമ്പർ എന്തായിരുന്നു അതിനെക്കാട്ടിലും ഒന്ന് കൂടിയൊരു വാല്യൂ. കാരണം ഈ പറയുന്നത് എന്താ വെച്ചാൽ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന വാല്യൂ എന്താണ്. ഇപ്പം നമ്മൾ പറയുന്ന കൊടുക്കുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ അടുത്ത സീക്വൻസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ആദ്യം കൊടുത്തത് കിട്ടി, ഇനി അതിന് തൊട്ട് തുടങ്ങട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോഴാണ് X+1 പാറ്റേണിലായിരിക്കും ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ X+1 എന്ന് പറയുന്നത് ഈ സീക്വൻസ് ഫസ്റ്റ് നമ്മൾ എയുടെ സീക്വൻസിനോടൊപ്പം കൂടി എപ്പോഴും ഈ അക്നോളജ്മെന്റ് എപ്പോഴും ഒന്ന് കൂടിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഈ അത് ആർക്ക് കൊടുക്കുന്നതനുസരിച്ചാണ് ഈ വേരിയേഷൻ ഉണ്ടാവുന്നുള്ളൂ. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ സീക്വൻസ് തിരിച്ചെന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെന്റ്. ഈ അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിയുടെ സീക്വൻസ് വാല്യൂ എന്താണോ അത് കൂടി ഒരു അക്നോളജ്മെന്റ് ആയിരിക്കും ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് തിരിച്ചു കൊടുക്കും. അപ്പം 3 രീതിയിൽ, ഒന്ന് ഹോസ്റ്റ് എ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ബി എന്ത് ചെയ്യുന്നുണ്ട്
ബി തിരിച്ച് അക്നോളജ് ചെയ്യുന്നു. ആ അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എ വീണ്ടും അതിനെ അക്നോളജ് ചെയ്യുന്നു. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് 3-വേ ഹാൻഡ് ഷേക്കിംഗ് എന്ന് നമ്മുടെ രീതി പറയാം. ഈ സീക്വൻസ് നമ്പർ എന്ന് പറയുന്ന ഒരു റാൻഡം ജനറേഷൻ ആണ്. എല്ലായിടത്തും ഒരേപോലെ ഒരു പെർട്ടിക്കുലർ പാറ്റേണിലായിരിക്കും അത് തുടങ്ങുക. റാൻഡം ജനറേഷൻ ആണ്. എന്നാലും അതിന് യൂണിക്നെസ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും എല്ലാം സീക്വൻസ് ഒരേപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ ക്ലയന്റ് സെർവർ ഒരുപാട് ക്ലയന്റുകളും സെർവേഴ്സ് കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവില്ല. അതുകൊണ്ട് സീക്വൻസ് നമ്പർ ജനറേഷൻ ഒരു റാൻഡം നമ്പർ ജനറേഷൻ ആണെന്ന് ഓർക്കുക. പിന്നെ ഇതിൽ വിൻഡോ സൈസ് സിങ്ക് ഫ്ലാഗ് സെറ്റ് ഫസ്റ്റ് സിങ്ക് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ റിസീവർ സൈഡിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പൊ വിൻഡോ സൈസ് ഈ 3 കാര്യങ്ങളാട്ടോ ഉണ്ടാകുന്നത്. സീക്വൻസ് നമ്പർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സിങ്ക് ഫ്ലാഗ് സെറ്റ് ചെയ്യപ്പെടും, അതുപോലെ തന്നെ സെൻട്രലിലെ സൈഡിലായിക്കോട്ടെ അല്ലെങ്കിൽ റിസീവറിന്റെ സൈഡിൽ എയുടെയും ബിയുടെയും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതിനകത്ത് മാക്സിമം സെഗ്മെന്റ് സൈസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു ഫിഗർ വെച്ച് നോക്കുമ്പോൾ സെന്റർ റാൻഡം ഇനീഷ്യലി നമ്മൾ സെന്റർ സൈഡിൽ ജനറേറ്റ് ചെയ്തു വന്ന സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 521 ആണ്. ദെൻ എന്ത് ചെയ്യുന്നു, അത് സിങ്ക് ഫ്ലാഗ് 1 ആക്കി സെറ്റ് ചെയ്തുകൊണ്ട് അത് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, നമ്മുടെ റിസീവർക്ക് കൊടുക്കും. റിസീവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, മാക്സിമം സെഗ്മെന്റ് സൈസ് എന്ന് പറയുന്നത് 1460 ബൈറ്റ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനത്തെ എത്ര എണ്ണത്തിലെയും ടോട്ടൽ വിൻഡോ സൈസ് 14,600 ഉണ്ട് എങ്കിൽ പോലും അതിനകത്ത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 1460. അപ്പൊ നമുക്ക് എത്ര എണ്ണം ഇത് ഒറ്റയടിക്ക് ഒന്നിച്ച് കൊടുക്കരുത്. ഇത്രയും കപ്പാസിറ്റി ബഫർ കപ്പാസിറ്റി 14,600 ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഒന്നിച്ച് സെൻഡ് ചെയ്യാൻ പാടില്ല. പകരം എന്താണ്, ഈ 1460 സ്റ്റോറേജ് ഉള്ള 10 പാക്കറ്റുകളായിട്ട് വേണം തിരിച്ച് അയച്ചു കൊടുക്കാനെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റിസീവർ സൈഡിൽ ഇനീഷ്യൽ വാല്യൂ സീക്വൻസ് വാല്യൂ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിസീവർക്കും അതേപോലെ തന്നെ സെറ്റിംഗ്സ് ഉണ്ട്. എന്താണ്, അവരുടെ റാൻഡം സീക്വൻസ് ജനറേഷൻ സിങ്ക്രനൈസേഷൻ വാല്യൂ നമ്മൾ സിങ്ക് ഫ്ലാഗ് 1 ആക്കി സെറ്റ് ചെയ്യുന്നു. അവരുടെ വിൻഡോ കപ്പാസിറ്റി ആ ക്ലയന്റിന്റെ ബി എന്ന് പറയുന്ന ക്ലയന്റ് ആണെങ്കിൽ റിസീവറിന്റെ വിൻഡോ കപ്പാസിറ്റി എത്രയാണെന്നുള്ളതും ആ വിൻഡോ കപ്പാസിറ്റി അത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സെഗ്മെന്റ് സൈസ് എത്രയാണെന്നുള്ള വാല്യൂസും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ വെച്ചാൽ അക്നോളജ്മെന്റ് നമ്പർ നമ്മൾ കൊടുക്കുന്നു. അക്നോളജ്മെന്റ് നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സെൻഡർ കൊടുത്തപ്പോൾ അതിനകത്തെ സീക്വൻസ് നമ്പർ 521 ആയിരുന്നു. അതേ നിന്ന് റിസീവർ തിരിച്ച് അക്നോളജ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിനെ ഒന്ന് കൂട്ടിയ വാല്യൂ, സീക്വൻസ് നമ്പർ എന്താണോ അതിൽ നിന്ന് ഒന്ന് കൂട്ടിയ ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ട് അതിന്റെ ഫ്ലാഗ് കറസ്പോണ്ടിങ് ഫ്ലാഗ് 1 ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെന്ററിന്റെ സൈഡിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സെന്റർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അവരുടെ ഹെഡറിനകത്ത് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്, സീക്വൻസ് നമ്പർ ആരുടെ സീക്വൻസ് നമ്പറാണ് വന്നേക്കുന്നത്, അക്നോളജ് ചെയ്ത് വന്ന സീക്വൻസ് നമ്പറോടൊപ്പം ആ റിസീവറിന്റെ സീക്വൻസ് നമ്പറോടൊപ്പം അക്നോളജ്മെന്റ് നമ്പർ നമ്മൾ സെറ്റ് ചെയ്യുക. അക്നോളജ്മെന്റ് നമ്പർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞോളൂ, റിസീവറിന്റെ സൈഡിലെ സീക്വൻസ് എത്രയായിരുന്നു, 2000 നിന്ന് ഒന്ന് കൂട്ടി 2001 ആക്കിക്കൊണ്ടാണ് ഇതിരിക്കുന്നത്. ഈ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡേറ്റ സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡേറ്റ സെൻഡ് ചെയ്യുമ്പോഴും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ അത് 2 രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓരോ സിംഗിൾ വിൻഡോ ഫ്രെയിമിലുള്ള പാറ്റേൺ ആണ് പോകുന്നത്, അതോ മൾട്ടിപ്പിൾ ഫ്രെയിം പാറ്റേണിൽ പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ. എന്താണെങ്കിലും ഓരോ ഡേറ്റ സെറ്റും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് എത്തിയെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് TCP-യിൽ പെർഫോം ചെയ്യുന്നത്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനിടയിൽ അടുത്ത അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന ചെയ്യേണ്ട അവസാനം എന്താ, 2 കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ഒരു പ്രശ്നവും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് എന്ന് പറയുന്ന ഫ്ലാഗ് സെറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യാം. ഇനി അതല്ല ഇൻ ബിറ്റ്വീൻ കണക്ഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ റീസെറ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ടിംഗ് ആണ്.
ഇതില് ഈ ഒരു തിയറി പോർഷനിൽ നമ്മൾ പറയുന്നത് ഇത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് നടത്തി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് സെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് കൃത്യമായിട്ടും എനിക്ക് റിസീവർക്ക് കൊടുക്കാൻ പറ്റി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിനിഷ് ചെയ്യാൻ പോവുകയാണെന്നുള്ള അതിന്റെ ഒരു പാറ്റേൺ ആണ്. മറ്റേത് 3-വേ ഹാൻഡ് ഷേക്ക് എന്ന് പറയുകയാണെങ്കിൽ TCP കണക്ഷൻ ടെർമിനേഷൻ ഒരു 4-വേ ഹാൻഡ് ഷേക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിൻ ഫ്ലാഗും കൂടെ സെറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അഡീഷണൽ സെറ്റപ്പ് പോകുന്നത്. കാരണം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മൾ ആദ്യം സെന്റർ പറയാണ് ഞാൻ എല്ലാം എന്റെ ഫിനിഷ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഫിൻ ഫ്ലാഗ് സെറ്റ് ചെയ്ത വാല്യൂസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. അത് റിസീവറുടെ സൈഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അക്നോളജ് ചെയ്യും. അക്നോളജ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, അടുത്ത കേസിനകത്ത് ആ സമയത്ത് ഇവിടെ സെന്റർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അക്നോളജ് ചെയ്തു. അക്നോളജ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത്, അവരും അവിടുത്തെ എല്ലാ പ്രോസസ്സും എല്ലാം ഡേറ്റാസും കിട്ടി എന്ന് റിസീവർ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് റിസീവർ എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഫിനിഷ് ചെയ്യാന്ന് പറയും. കാരണം ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡേറ്റ ലോസ് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ കറക്ഷൻസോ ഡ്യൂപ്ലിക്കേഷനോ ഒക്കെ വരുവാണെങ്കിൽ റീസെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ ഡേറ്റ പാക്കുകളും കൃത്യമായി കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിസീവറുടെ സൈഡിൽ നിന്നുള്ള ഫിൻ ഫ്ലാഗ് സെറ്റ് ചെയ്ത ഇൻഫോർമേഷൻസ് ഇങ്ങോട്ട് വരത്തുള്ളൂ. ദെൻ അത് എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ കളക്ട് അല്ലെങ്കിൽ ആ ഫിൻ ഫ്ലാഗ് കിട്ടി അല്ലെങ്കിൽ ഫിൻ ഫ്ലാഗ് സെറ്റ് ചെയ്തുള്ള ഇൻഫർമേഷൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് അക്നോളജ്മെന്റ് കൊടുക്കും. അക്നോളജ്മെന്റ് കൊടുത്തതിന് ശേഷമായിരിക്കും കണക്ഷൻ ക്ലോസ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ പാറ്റേൺ ഓർത്ത് വെക്കാനായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഇത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നതാണ്. TCP കണക്ഷൻ ടെർമിനേഷനും ഇതേപോലെ തന്നെ ഇത് ഹാൻഡ് ഷേക്കിംഗ് 4-വേ ഹാൻഡ് ഷേക്കിംഗ് പാറ്റേൺ എക്സാമ്പിൾ വെച്ചിട്ട് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സെയിം കാര്യം തന്നെ, പക്ഷെ കുറച്ചും കൂടെ ഈ ഒരു സ്ട്രക്ചറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ, കാര്യം സിമ്പിൾ ആണ്. ഇനി TCP സംബന്ധിച്ചിടത്തോളം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് മാത്രമല്ല പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യലും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കണക്ഷൻ ടെർമിനേഷനിൽ ഇതിന്റെ ഭാഗമാണെങ്കിൽ അതോടൊപ്പം തന്നെ TCP പെർഫോം ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് കൺജഷൻ കൺട്രോൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് എങ്ങനെ ഡേറ്റ പാസ് ചെയ്യണം എന്നുള്ളതും, ഡേറ്റ പാസിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും, കൺജഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഫ്ലോ ഇതിനകത്ത് ഈ TCPയുടെ ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കേസാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഒരുപാട് രീതിയിൽ ഫ്ലോ കൺട്രോൾസ് മെയിൻ ആയിട്ട് 3 തരത്തിലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാനായിട്ട് ആകെ ഒന്നേ ഉള്ളൂ. ഫ്ലോ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ വിൻഡോ സൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. വിൻഡോ സൈസ് എന്ന് പറഞ്ഞാൽ റിസീവർക്ക് എത്രമാത്രം വിൻഡോ സൈസ് ഉണ്ട്, അതേപോലെ തന്നെ സെൻഡർക്ക് എന്തുമാത്രം അയച്ചു കൊടുക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ്. ഒരേ സമയമല്ല, എത്ര പീസസ് ആക്കുകയാണെങ്കിൽ ആ പീസിന്റെ സൈസ് എത്ര വേണം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ട്. അപ്പം TCP ഫ്ലോ കൺട്രോളിനകത്ത് 2 രീതിയിലാണ് ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മളവിടെ നോക്കുന്നത്. ഇത് നോർമലി ഈ ഫ്ലോ കൺട്രോൾ മാനേജ്മെന്റ് സെൻഡ് ചെയ്ത ഡേറ്റാസ് റിസീവർ സൈഡിൽ പ്രോപ്പറായി കിട്ടി എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഫ്ലോ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The flow control coordinates the amount of data that can be sent by the source between the terminals before receiving acknowledgement from the destination. കമ്മ്യൂണിക്കേഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയയിലായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രെയിം പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടിടത്തും വിൻഡോ സൈസ് കോമൺ സിംഗിൾ ആക്സെപ്റ്റ് ചെയ്ത് വിൻഡോ സൈസ് സെന്ററിന്റെ സൈഡിൽ കുറെ ഉണ്ടെങ്കിൽ പക്ഷേ റിസീവറിന്റെ സൈഡിലെ സൈസ് എത്ര ഉണ്ടായിരുന്നു, ഒന്നേ ഉണ്ടായിരുന്നു. കാരണം ഒരു സമയം സെന്ററിൽ നിന്ന് വരുന്ന ഒരു സെറ്റ് വാല്യൂ മാത്രം ആക്സെപ്റ്റ് ചെയ്യുകയും അത് കിട്ടി എന്ന അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അടുത്ത് പാസ് ചെയ്യുന്ന രീതിയിലാണ് അത് പോകുന്നത്. അതാവുമ്പോൾ അത് സ്ലോ ആയതുകൊണ്ടും സൈസ് കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഫ്ലോ കൺട്രോൾ എന്നുള്ള രീതിയിൽ എടുക്കുന്നത് കേട്ടോ. In this method, the sender waits for an acknowledgement after every frame. ഇവിടെ ഫ്രെയിം എന്ന് വെച്ചാൽ ഇത് ഐസോ മോഡലിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാം. സെഗ്മെന്റ് ഫ്രെയിം ഈസ് സെൻഡ്.
when the acknowledgement is received only then the next frame is sent. അതായത് നമ്മൾ ഇപ്പൊ അയക്കുന്ന ഡേറ്റ ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോവുള്ളൂ. അതേസമയം അപ്പൊ അതിന്റെ സ്പീഡ് പക്ഷെ റിലയബിലിറ്റി ഉറപ്പടുത്താമെങ്കിലും സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് വിൻഡോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടിന്റെ വിൻഡോ സൈസ്, ഇവിടെ വിൻഡോ സൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ ഈ ഒരു സെന്ററിന്റെ സൈഡിലും റിസീവറിന്റെ സൈഡിലും നമ്മൾ ഒരു പെർട്ടിക്കുലർ സൈസ് വിൻഡോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സൈസിന് ആനുപാതികമായിട്ടാണ് ഇൻഫോർമേഷൻസ് കൊടുക്കുക. അപ്പം ഈക്വൽ വിൻഡോ സൈസിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നമ്മൾ പൊതുവെ നോക്കുന്നത്. അപ്പം ദ സ്ലൈഡിംഗ് വിൻഡോ ഈസ് എ ടെക്നിക് ഫോർ സെൻഡിങ് മൾട്ടിപ്പിൾ ഫ്രെയിംസ് അറ്റ് എ ടൈം. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിനകത്ത് സിംഗിൾ ഫ്രെയിം സെൻഡിങ് ആണ് നടക്കുന്നത്. സ്ലൈഡിംഗ് വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഫ്രെയിംസ് സെൻഡ് ചെയ്യാൻ പറ്റും. കിട്ടിയ അക്നോളജ്മെന്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറെ ഫ്രെയിംസ് വിൻഡോ സൈസിന് ആനുപാതികമായിട്ടുള്ള ഫ്രെയിംസ് നമുക്ക് സെൻഡ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ലൈഡിംഗ് വിൻഡോയുടെ അഡ്വാൻറ്റേജ്. ഇതില് ഇതിലെ വിൻഡോ സൈസിനെ സംബന്ധിച്ച് ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോയുടെ മോഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ട്രക്ചർ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ നോക്കിയതായിരുന്നു. അറിയാവുന്ന കാര്യങ്ങൾ എന്താ നമ്മൾ പറയുന്നത്, നമുക്ക് പല രീതിയിൽ എം ടി സ്പേസ് ഉണ്ടായിരിക്കും. വിൻഡോ സൈസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ സൈസ് മാനേജ് ചെയ്യപ്പെടുന്ന രീതിയാണ്. നമുക്ക് സെന്ററിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെന്റർ നോഡിനെ കാണിച്ചേക്കും. നമ്മൾ എന്ത് ചെയ്യും, കുറച്ചെണ്ണം നമ്മൾ നമ്മുടെ വിൻഡോ സൈസിന് ആനുപാതികമായിട്ട് നമ്മൾ ആദ്യം സെൻഡ് ചെയ്തത് കാണും, പിന്നെ സെൻഡ് ചെയ്യാനുള്ളത് കാണും, പിന്നെ എം ടി സ്പേസസ് നമുക്കുണ്ടായിരിക്കും. ഇതിനകത്ത് ഡിഫറൻസസ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് ചെയ്തതിനൊപ്പം തന്നെ ഫ്രെയിം സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് ഈ 3 103 104 105 106 നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോയതാ. അപ്പൊ ഇത് മൊത്തം എത്ര ഫ്രെയിം സൈസ് കൊടുത്തിട്ടുണ്ട്, 6 നമ്മൾ എടുത്തിട്ടുണ്ട്. 1 തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫ്രെയിംസ് നമ്മൾ എടുത്ത് മാനേജ് ചെയ്യാൻ പോകുന്ന വെച്ചോ. എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നുണ്ടോ വിൻഡോ സൈസിന്റെ ഇടയിൽ? അപ്പൊ ഇവിടെ ഈ ഒരു ഷെയ്ഡ് ഫസ്റ്റ് 101 102 നമുക്ക് ഇവിടെ കാണിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും റിസീവർ സൈഡിൽ എത്തിയെന്ന് അക്നോളജ്മെന്റ് കിട്ടിയതാണ്. അക്നോളജ്മെന്റ് കിട്ടാത്തതെന്ന് വെച്ചാൽ ഇത് കിട്ടിയെന്ന് ഉറപ്പില്ലാത്തതാണ്. ഇത് കിട്ടിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടും, ഇതിന് നമ്മള് റിസീവ്ഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റും. അപ്പൊ നമ്മളൊരു വിൻഡോ ഫ്രെയിം ഇത്രയും നമ്മൾ സൈസ് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ 2 അയച്ചു കൊടുത്തതിന് ഇത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അക്നോളജ്മെന്റ് കിട്ടാനുള്ള ഇതെല്ലാം നമ്മൾ സെൻഡ് ചെയ്താണ്. ഇതെല്ലാം നമ്മൾ ഈ ഷെയ്ഡിനകത്ത് സെൻഡ് ചെയ്തതിനകത്ത് 2 അക്നോളജ്മെന്റ് കിട്ടുക. ഇങ്ങനെ അക്നോളജ്മെന്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വിൻഡോ ഒരു സൈഡും ഒന്നും കൂടെ സ്ലൈഡ് ചെയ്യും, ഇങ്ങോട്ട് മാറ്റും. വെച്ചാൽ അടുത്ത സെറ്റ് ഓഫ് വാല്യൂസ് പാസ് ചെയ്യത്തക്ക രീതിയിൽ. അതുകൊണ്ടാണ് സ്ലൈഡിംഗ് വിൻഡോ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം വിൻഡോ സൈസിനെക്കാട്ടിലും ഒരു സൈസ് കൂടിയ ഒരു രീതിയിലാണ് നമ്മൾ സ്ലൈഡർ വിൻഡോയുടെ സൈസ് നമ്മൾ എപ്പോഴും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വാല്യൂ സെൻഡ് ചെയ്യത്തക്ക രീതിയിൽ വിൻഡോ നമ്മൾ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 101 102 ആണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റെസ്പോണ്ടിങ് ആയിട്ട് വിൻഡോ നമ്മളിങ്ങനെ പുറകോട്ട് ഒരെണ്ണം മാറി കഴിയുമ്പോഴത്തേക്കും അക്നോളജ്മെന്റ് കിട്ടുമ്പോൾ തന്നെ അടുത്ത് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ 101 102 4 നമ്മൾ സെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെക്കാം. 4 നമ്മുടെ ഫ്രെയിമിൽ ഉണ്ടായിരുന്നത്. സൈസ് 4 ആണ് കൊടുത്തിരുന്നത്. അപ്പൊ ആദ്യത്തെ ഇത് വിൻഡോ ചെയ്ത് കഴിയുമ്പോൾ ഈ വിൻഡോ പുറകോട്ട് വരുമ്പോൾ 105 എത്തും. രണ്ടാമത്തെ അക്നോളജ്മെന്റും കൂടെ കിട്ടുമ്പോൾ ഇതൊന്നും കൂടെ പോകുമ്പോഴത്തേക്കും 106 നമുക്ക് അതിനകത്തോട്ട് കിട്ടും. ഇനി 103 കറസ്പോണ്ടിങ് ആയിട്ട് അക്നോളജ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഒന്നും കൂടെ പുറകോട്ടേക്ക് 107 എന്തായിട്ടും സെൻഡിന്റെ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ കാറ്റഗറിയിൽ 1 അക്നോളജ് ചെയ്തിരിക്കുന്ന സെറ്റ് വാല്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ സെൻഡ് ചെയ്യപ്പെട്ടു പക്ഷെ അക്നോളജ് ചെയ്തിട്ടില്ല, സെൻഡ് ചെയ്യാനുള്ളതുണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, എം ടി ഉണ്ട്. എം ടി ഇവരേക്ക് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാവുന്ന. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ മാനേജിങ് ടെക്നിക് ആയിട്ട് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോയിലെ ഇതിനുള്ള കളർ ഡിഫറൻസ് ഇട്ട് കാണിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഓർത്തു വെക്കുന്നത്. അക്നോളജ് ചെയ്യപ്പെടുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യണം, വിൻഡോ സ്ലൈഡ് ചെയ്ത് അടുത്തതിനെ സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ അൺസെൻഡിനകത്തിരിക്കുന്ന സാധനത്തിനെ സെൻഡ് എന്നുള്ളതിലേക്ക് കയറ്റും. സെൻഡ് ബട്ട് നോട്ട് അക്നോളജ് ലെവലിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നത്. അക്നോളജ്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ സ്ലൈഡ് ചെയ്ത് പോവാം.
ദറ്റ് ഈസ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ആ വിൻഡോ നമ്മൾ സെൻഡ് ചെയ്യപ്പെടും. പക്ഷെ അക്നോളജ്മെന്റ് കിട്ടിയെന്ന് ഉറപ്പ് വരുന്നതിന് മുമ്പ് തന്നെ സെൻഡ് ചെയ്യപ്പെടുന്നത് തന്നെ ഇത് സ്പീഡി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം ഇൻ ബിറ്റ്വീൻ ഇപ്പം കുറച്ചും കൂടെ ടെക്നിക്സ്, അതായത് ഫ്ലോ കൺട്രോളിന്റെ ഒപ്പം തന്നെ നമ്മൾ എറർ കൺട്രോൾ ടെക്നിക്സുകൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അക്നോളജ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡേറ്റാസ് നമ്മൾ പാസ് ചെയ്തു പോയി. അപ്പൊ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യപ്പെടാം, അത് കറക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും, നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ സപ്പോസ് അക്നോളജ്മെന്റ് മിസ് ചെയ്ത് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. റിസീവ് ചെയ്തിട്ടും അക്നോളജ്മെന്റ് മിസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്, അപ്പോൾ എറർ കൺട്രോൾ ടെക്നിക്സുകൾ നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഫ്രെയിംസ് ഒരേ സമയം സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ് മൾട്ടിപ്പിൾ വിൻഡോ പ്രോട്ടോകോൾ എന്നത്, മൾട്ടിപ്പിൾ വിൻഡോ ടെക്നിക് എന്ന് പറയുന്നത്. മറ്റേതിനകത്ത് സിംഗിൾ ഫ്രെയിം പാസേജ് മാത്രമേ ഇവിടെ നടക്കേണ്ടത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിനകത്ത്. അതിന് ഓവർകം ചെയ്യുന്ന രീതിയാണ് ഇത്. ഇപ്പൊ നമുക്ക് രണ്ട് വിൻഡോസ് നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ്, നമുക്ക് സെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വിൻഡോ നമ്മുടെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്ലൈഡർ വിൻഡോ ഉണ്ട്. ആ സ്ലൈഡർ വിൻഡോയുടെ സൈസ് എപ്പോഴും വിൻഡോ സൈസിനെക്കാട്ടും ഒന്നുകൂടി ഒരു സൈസിലുള്ള സ്ലൈഡർ വിൻഡോയും നമുക്കുണ്ടാവും. കാരണം അക്നോളജ്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് അടുത്ത സെഗ്മെന്റിനെ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ സ്പീക്കർ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന് രണ്ട് തരത്തിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗോ ബാക്ക് ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് ARQ, സെലക്റ്റീവ് റിപ്പീറ്റ് ARQ എന്ന് പറയുന്ന രണ്ട് സ്ട്രക്ചറിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ ഒന്നിച്ചിപ്പോ പറഞ്ഞു കേട്ടോ. ഇത് ഗോ ബാക്ക് ARQയിലാണ് നമ്മൾ പറയുന്നത് റിസീവർ സൈഡും വിൻഡോയുടെ സൈസ് ഒന്ന് മാത്രമുള്ള രീതിയിൽ വരുന്നതാണ് ഗോ ബാക്കിനകത്ത് വരുന്നത്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ റീസെൻഡിങ്ങിന് വേണ്ടി നിൽക്കണം. അടുത്ത 1 by 1 ആയിട്ട് സെൻഡ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അവിടെ മാനേജിങ് ഉണ്ടാവും. സെലക്റ്റീവ് റിപ്പീറ്റ് ARQയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ സൈസിൽ പോകുന്നത്. In this protocol, the size of the sender window is always equal to the size of the receiver window. The size of the sliding window is always greater than 1. ഇതാണ് ഇവിടെ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഫ്രെയിം പാസ് ചെയ്തു പോകുന്നത്. ഇവിടെ ഇതിനകത്ത് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിനകത്ത് സെന്ററിന്റെ സൈഡിലെ റിസീവറിന്റെ സൈഡിലുള്ള ഫ്രെയിമിന്റെ സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ സാധനം സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. ഇതെല്ലാം ആ ഫ്രെയിം ഫുൾ ആയിട്ട്, അതാണ് അക്നോളജ്മെന്റ് ആദ്യം സെൻഡ് ചെയ്തിട്ട് അക്നോളജ്മെന്റ് കിട്ടിയിട്ട് അടുത്ത് സെൻഡ് ചെയ്യില്ല. ഈ ഒരു പാറ്റേണിൽ എത്ര സൈസ് വിൻഡോ സൈസ് എത്രയാണോ അത്രയും വാല്യൂസ് ഒറ്റയടിക്ക് റിസീവർ സൈഡിലേക്ക് പോകുന്നു. ഇവിടെ ഫ്രെയിം എന്ന ടേം യൂസ് ചെയ്തെങ്കിൽ സെഗ്മെന്റ് രണ്ടും മാറി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. 0, 1, 2, 3 അത്രയും വാല്യൂസ് ഇങ്ങോട്ടേക്കും പാസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് ആദ്യത്തെ മാത്രം ഇവിടെ അക്നോളജ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, 0 റിസീവ് ചെയ്തു. ഇനി അക്നോളജ്മെന്റ് നെക്സ്റ്റ് 1 ആണ്, പക്ഷെ വന്നിട്ടുണ്ട്, പക്ഷെ അക്നോളജ് ചെയ്യാത്തതുകൊണ്ടാണ് അടുത്തും കൂടെ വരണം എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അടുത്ത ഫ്രെയിം 1 പാസ് ചെയ്ത രീതി വരുന്നു. അതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എന്താണ്, അത് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ അക്നോളജ്മെന്റ് വരാത്ത സാധനം നെഗറ്റീവ് അക്നോളജ്മെന്റ്, ഏതെങ്കിലും ഒരു സമയത്ത് റിസീവറുടെ സൈഡിൽ നിന്ന് നെഗറ്റീവ് അക്നോളജ്മെന്റ് വരികയാണെങ്കിൽ ആ മൊമെന്റിൽ തന്നെ ഏതാണ് ആ നെഗറ്റീവ് അക്നോളജ്മെന്റ് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണോ വന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഡേറ്റ റീസെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിന്റെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുന്നത്. നെക്സ്റ്റ് എറർ കൺട്രോൾ മെക്കാനിസം. എറർ കൺട്രോൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ വേണ്ടി വരുന്ന വെച്ചാൽ എറർ കൺട്രോൾ മെക്കാനിസം വേണ്ടി വരുന്നത്, എറർ കൺട്രോൾ വേണ്ട സാഹചര്യങ്ങൾ എപ്പോഴുണ്ടാകുന്നു ജസ്റ്റ് പറഞ്ഞു തന്നെ. അത് അക്നോളജ്മെന്റ് ചെക്സം ആൻഡ് ടൈം ഔട്ട് പീരിയോഡ്സ് ഹെൽപ്പ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ഓർഡർ സെഗ്മെന്റ്സ് ഔട്ട് ഓഫ് ഓർഡറിൽ വരുന്ന സമയത്ത് വെച്ചാൽ റീഅലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർഡർ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് ഓർഡർ തിരിച്ചറിയാൻ ഒരു കാര്യം എന്താ, അക്നോളജ്മെന്റ് നമ്പർ. ഇവിടെ അക്നോളജ്മെന്റ് നമ്പർ സീക്വൻസ് അല്ല, അതിനകത്ത് വേരിയേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ പാക്കറ്റിന്റെ ഓർഡറും മാറിയിട്ടുണ്ട് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ അക്നോളജ്മെന്റ് 1 കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അക്നോളജ്മെന്റ് 1ന് ശേഷം അക്നോളജ്മെന്റ് 3 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണത്,
അവിടെ 1 അയച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 2നെ കുറിച്ച് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു മിസ്സിങ്ങിന്റെ കേസ് വരും. അതേപോലെ തന്നെ ഒരു സാധനം തന്നെ ഒന്നിൽ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റഡ് ആണ് എന്ന് റിസീവർ സൈഡിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ളത്. ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ കറപ്റ്റഡ് സെഗ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ചെക്സം കാൽക്കുലേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതിന്റെ ഹെഡർ വാല്യൂ ഇവാലുവേഷൻ ഇതെല്ലാം നടത്തി കഴിയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ കറപ്റ്റഡ് ആണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിസ്കാർഡ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. ഇനി ലോസ് ഓഫ് അക്നോളജ്മെന്റ്, സെന്ററിന്റെ സൈഡിലേക്ക് അക്നോളജ്മെന്റ് കാർഡിനകത്ത് ഒരു മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒന്നും കൂടെ അതിനെ കുറിച്ചുള്ള വാല്യൂ അക്നോളജ്മെന്റ് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അക്നോളജ്മെന്റ് നമ്പർ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കാരണം റിസീവർക്കും ഇതേപോലെ തന്നെ ഒരു സീക്വൻസ് നമ്പറോട് കൂടിയിട്ടാണ് അക്നോളജ്മെന്റ് പാസ് ചെയ്തു വരുന്നത്. അപ്പോൾ അക്നോളജ്മെന്റ് നമ്പർ ഇവാലുവേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മിസ്മാച്ചുകളും ഫൈൻഡ് ഔട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് നടത്താം. ഓക്കെ, അത്രയാണ് അതിനകത്ത് TCPയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കവർ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഉള്ളത് UDP. ഒരുപാട് ഇതുപോലെ ഹെഡറിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ തീർക്കാവുന്ന കാര്യമാണ്. ഹോസ്റ്റ് ടു ഹോസ്റ്റ്, ഡിവൈസ് ടു ഡിവൈസ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. UDP ഡസ് നോട്ട് പ്രൊവൈഡ് ഫ്ലോ കൺട്രോൾ ഓവർ ആൻഡ് എറർ കൺട്രോൾ. എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ഓർഡർ ആയിട്ടല്ലായിരിക്കും വാല്യൂസ് പോകണം നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട്. അപ്പം ഇത് ഇവിടെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പോയിന്റ് ആണ് ഓർത്ത് വയ്ക്കുക. UDP is കൺവീനിയന്റ് പ്രോട്ടോകോൾ ഫോർ മൾട്ടിമീഡിയ ആൻഡ് മൾട്ടികാസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ്. ചെറിയ ചെറിയ വാല്യൂസ് ഇപ്പൊ വീഡിയോയോ ഓഡിയോയോ ഒക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡേറ്റ മിസ് ആയെങ്കിലും വലിയ ഇഷ്യൂസ് ഇല്ലാത്ത തരം വാല്യൂസ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, UDP കണക്ഷൻ യൂസ് ചെയ്യാം. ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന സൈസ്, ഹെഡർ സൈസ് കുറവായിരിക്കും. പോർട്ട് അഡ്രസ്, ഡെസ്റ്റിനേഷൻ, സോഴ്സ് പോർട്ട് നമ്പർ, ഡെസ്റ്റിനേഷൻ, ഏത് ആപ്ലിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് ആപ്ലിക്കേഷന്റെ ഹെൽപ്പാണ്, ക്ലയന്റ് സൈഡിൽ ഏത് ആപ്ലിക്കേഷനുമായിട്ടാണ് എന്നുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് കൂടുതൽ പറഞ്ഞ ഈ അറിയാം, ആദ്യം TCPയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ തിയറി പോർഷൻസ് എക്സാമിന് സമയത്തേക്ക്. ഇനി ഈ UDPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു തരത്തിലുള്ള എറർ മാനേജ്മെന്റ് ഇല്ല എന്നുള്ള രീതിയിലല്ല. ഇതിന് ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയർ നമ്മൾ പൊതുവെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു എറർ ഹാൻഡ്ലിംഗ് ടെക്സ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ICMP യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് ICMP മെസ്സേജസ് പല നേച്ചറിലുള്ള ICMP മെസ്സേജസ് ഉണ്ട്. അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഒന്ന് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ, എക്കോ ആൻഡ് എക്കോ റിപ്ലൈ എന്ന് പറയുന്നതുണ്ട്. സോഴ്സ് കഞ്ചഷൻ, റൂട്ടറിനകത്ത് എന്തെങ്കിലും കഞ്ചഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട്. TTL, ടൈം എക്സീഡ് ആവുന്ന സമയത്തുണ്ടാവുന്ന ടൈം ടു ലീവ് ഉണ്ട്, എക്സീഡ് ആവുന്ന സമയത്തുള്ള എറർ മെസ്സേജ് ഉണ്ടോ. ടൈം സ്റ്റാമ്പ് ആൻഡ് ടൈം സ്റ്റാമ്പ് റിപ്ലൈ എന്ന് പറയുന്നത്, ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള റെക്കോർഡ് ഉണ്ട്. എത്ര പല ഹോപ്പുകളിലൂടെ കയറിയിട്ടായിരിക്കും ഈ സാധനം വരുന്നത്, ഇവിടെയൊക്കെ പോയി എത്ര സമയം നിന്നു എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും അത് കറസ്പോണ്ടിങ് ആയിട്ട് TTLുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ മില്ലി സെക്കൻഡ്സിന്റെ ഓരോ ഹോപ്പിലും സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ഇൻഫർമേഷൻ, ഇത്രയും കാര്യങ്ങൾ പൊതുവെ ICMP മെസ്സേജസ് ആയിട്ട് കിട്ടാറുണ്ട്. എറർ ഹാൻഡ്ലിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജുകളാണ് ഇതെല്ലാം. ഇത്രയും കൊണ്ട് ഈ സെക്ഷൻ തീർന്നു കേട്ടോ. അപ്പം ഒരു പോർഷനകത്ത് കൂടുതലായിട്ടും ഉള്ളത് TCP സമയം ഫ്ലോ കൺട്രോൾ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ എങ്ങനെയാണ് ഫ്ലോ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ 3-way ഹാൻഡ് ഷേക്കിംഗ് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയതുകൊണ്ട് ഈ ലാസ്റ്റ് ഞാൻ അതിന്റെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് അതാകുമ്പോഴത്തേക്കും ഏകദേശം ഒന്നെങ്കിൽ ഈ സെക്ഷൻ തീർന്നു കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് തീരുന്നതിനനുസരിച്ച് എന്റെ സമയം പോലെ ബ്ലോക്ക് തീരുന്നതിനനുസരിച്ച് അതിനകത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എപ്പോഴാണോ ടൈം മാനേജ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് നമുക്ക്
നോക്കാം. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിക്കോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു കുറെ എണ്ണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് എളുപ്പം ഉണ്ടായിരിക്കും പഠിക്കാൻ. അപ്പം TCP മോഡലിനകത്ത് TCP IP മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഉള്ള ലെയറും കൂടി ഇനി അതിനകത്ത് വരുന്നു. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ഒരു യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ യൂസർ ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഈ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഇതിലാണ് ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പോകുന്നത്, അത് ആപ്ലിക്കേഷൻ ലെയർ സർവീസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഒരു വെബ് ബ്രൗസർ പ്രോഗ്രാം എടുത്തായിരിക്കില്ല പൊതുവെ നമ്മൾ വെബ് ബ്രൗസർ പ്രോഗ്രാം തന്നെ വേണമെന്നില്ല, ഒരുപാട് ഇതുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസും നമുക്കുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാറുണ്ട്, മെസ്സേജിന് ആപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്, മെയിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സ്ട്രീമിംഗ് പല നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ പോലെയുള്ള സ്ട്രീമിംഗ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഏത് ആ തരത്തിലുള്ള എന്ത് ഇത് എടുക്കുവാണെങ്കിലും അതിന്റെ ഫസ്റ്റ് ആക്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷന്റെ നേച്ചർ അനുസരിച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഒരു കേസ് ആയിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ, അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസും എല്ലാം വേരി ചെയ്യും. ഇതിനകത്ത് ജനറൽ ഇൻട്രൊഡക്ഷൻ പോർഷൻ മനസ്സിലാക്കണം. ദിസ് ലെയർ ഈസ് ദ മെയിൻ ഇന്റർഫേസ് ഓർ എൻവയോൺമെന്റ് ഫോർ ദ യൂസർ ടു ഇന്ററാക്ട് വിത്ത് ദ ആപ്ലിക്കേഷൻ ആൻഡ് ദെർഫോർ വിത്ത് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കുമായിട്ട് നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസർ ആദ്യം ഉപയോഗിക്കുന്ന ഇത്. ബാക്കിയുള്ള ലെയറുകളിലേക്കുള്ള ഇന്നർ പോകുന്നുണ്ട്, പിന്നെ ഫിസിക്കൽ ലെയർ, ഇതൊന്നും നമ്മൾ യൂസർ എന്നുള്ള നിലയിൽ നമുക്കൊരു കാര്യങ്ങളും വരുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറിലെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്ന ഇന്ററാക്ഷൻ ലെയർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഏത് ആപ്ലിക്കേഷൻ ആണോ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ വാല്യൂസ് പാസ് ചെയ്തു പോകുന്നു. അതേപോലെ അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്കിപ്പോ പറഞ്ഞ TCP ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ആപ്ലിക്കേഷൻ റണ്ണിങ് അറ്റ് ദ ആപ്ലിക്കേഷൻ ലെയർ ആർ സം നെറ്റ്വർക്ക് പ്രോസസ് ദാറ്റ് ഒക്കർ എബോവ് ദ ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഇന്റർനെറ്റ് കിടപ്പുണ്ട്. ഇതിനകത്ത് ആദ്യമേ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇതിന് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും വന്നത്. ഇതും ഒരു പ്രാവശ്യം നമ്മൾ നോക്കിയ ജസ്റ്റ് ജനറൽ ആയിട്ട് ഡൊമൈൻ നെയിം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാം, പക്ഷെ ഈ ഒരു കരിക്കുലത്തിനകത്ത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാട്ടോ നോക്കിയിരിക്കുന്നത്. തിയറി പോർഷൻ ആണ്, അതുകൊണ്ട് ഉറപ്പാണ് ഈ ഡൊമൈൻ നെയിം സിസ്റ്റത്തിന്റെ ആവശ്യകത ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം IP അഡ്രസ്സുകൾ, IP അഡ്രസ്സിനെ കുറിച്ച് IP അഡ്രസ് ഒരു മെഷീനിനെ നെറ്റ്വർക്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. നമ്മൾ നെറ്റ്വർക്കിനകത്ത് മെഷീനുകളെ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഈ IP അഡ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 4 octet പാറ്റേണിൽ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. 4 octetൽ അത് 1s and 0s കൊടുത്താൽ ഒട്ടും ഓർക്കാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വാല്യൂ കൺവേർഷൻ കൊടുത്തിട്ടുള്ള വാല്യൂസ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C ഒക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തു. അപ്പൊ ഇത് 4 സെക്ഷൻ ആയിട്ട് അത് ഡോട്ട് പീരീഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും, ആ നെറ്റ്വർക്കിനകത്ത് എത്ര ഇൻഡിവിജ്വൽ ഡിവൈസസുകൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. അപ്പൊ ഈ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ഈ IP അഡ്രസ്സ് ഓർത്ത് വെക്കാൻ നമ്പർ പാറ്റേൺ ന്യൂമറിക്കൽ ഫോമിലുള്ള ഈ IP അഡ്രസ്സുകൾ ഓർത്ത് വെക്കാനും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെയിം കൊടുക്കുക എന്നുള്ളതാണ്, ക്യാരക്ടേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡൊമൈൻ നെയിം സിസ്റ്റത്തിനകത്തെ പ്രൈമറി ആവശ്യകത അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ. That is, IP address have been denoted as a set of characters in English. The IP address 68. എന്നൊരു എക്സാമ്പിൾ ഇവിടെ ഈ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. 68.142. ഈ ഒരു 226.32 ഈ പീരീഡ് വെച്ചത് ഇതിന് യാഹൂന്റെ IP അഡ്രസ് ആണ്.
ഇത് yahoo.com എന്ന് ഓർത്ത് വയ്ക്കാൻ ടൈപ്പ് ചെയ്യാനായിരിക്കും എളുപ്പം, അല്ലാതെ ഇങ്ങനെ ഈ വാല്യൂസ് ഓർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റില്ല. ഇനി ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്ന സമയം നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ഭാഷയാണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഈ ഭാഷയായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, സ്വാഭാവികമായിട്ടും ദർ ഇസ് എ നീഡ് ഓഫ് ട്രാൻസ്ലേഷൻ, കൺവേർഷൻ നമുക്ക് വേണ്ടി വരും. അങ്ങനത്തെ കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുക. IP അഡ്രസ് ഡൊമൈൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വെച്ചാൽ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യപ്പെടുന്നത്, ആക്സസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ് കാൽക്കുലേഷൻ നടത്തിയിട്ടായിരിക്കും പോകുന്നത്. ഈ IP അഡ്രസ് കാൽക്കുലേഷൻ നടത്താനായിട്ട് നമ്മളത് ഡൊമൈൻ നെയിംസ് രജിസ്റ്റേഴ്സ് ICANN എന്ന് പറയുന്നത്, ICANN ഫുൾ ഫോം ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, അവരുടെ ഹെൽപ്പ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ നെയിം സിസ്റ്റത്തിനകത്ത് ആദ്യത്തെ കേസ് നമ്മൾ പറയുന്ന ഈ ഡൊമൈൻ നെയിംസിനെ നമ്മൾ ഹൈറാർക്കിയൽ പാറ്റേണിലാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ഹൈറാർക്കിയൽ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു റൂട്ട് മുതൽ ലീഫിലേക്ക് പോകുന്ന സ്ട്രക്ചറിനെ, ഒരു ട്രീ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹൈറാർക്കിയൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ ഒരു റൂട്ട് ഉണ്ടായിരിക്കും, റൂട്ടിൽ നിന്നായിരിക്കും അതിന് താഴോട്ട് സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു റൂട്ട് സെർവർ, ഡൊമൈൻ നെയിം സെർവറിന്റെ ബേസ് ചെയ്തുകൊണ്ട് താഴെ സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെർവേഴ്സിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട്. അതിന്റെ അടിയിലാണ് കറസ്പോണ്ടിങ് ഹോസ്റ്റ് ഡിവൈസ്, അതിൽ വെബ്സൈറ്റുകളൊക്കെ പേജസ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അതിന് താഴെ അറേഞ്ച് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എളുപ്പം, ആക്സസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് ഈസി ആക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹൈറാർക്കിയൽ നെയിം സ്പേസ് ആണ് DNSനകത്ത് വരുന്നത്. ഒരു എക്സാമ്പിൾ ബേസ് ചെയ്ത് നോക്കി, ഇതെല്ലാം ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ. ട്രീ സ്ട്രക്ചർ ആണ് വരുന്നത്. മാക്സിമം ലെവൽ ഓഫ് ഈ ഒരു പോയിന്റ് DNSനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. മാക്സിമം ലെവൽസ് ഓഫ് ട്രീസ് ആർ 128 ആൻഡ് ഈച്ച് ലെവൽ ഓഫ് ദ ട്രീ ക്യാൻ ബി ഓഫ് സ്ട്രിംഗ് 63 ക്യാരക്ടേഴ്സ് കേട്ടോ. പേര് കൊടുക്കുന്നത് മാക്സിമം 63 ക്യാരക്ടേഴ്സും ആയിരിക്കും. അതിന് എത്ര വരെ താഴെ ലീഫ് താഴോട്ട് പോകാം, അടിയിലേക്ക് പോകാമെന്ന് ചോദിച്ചാൽ 128 ലെവൽ വരെ നമുക്കത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ റൂട്ടിൽ നിന്ന് ഓരോരോ സെക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് പീരിയഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുന്ന സമയത്ത് ഹോസ്റ്റ് ടു റൂട്ട് പോകുന്ന രീതിയിലായിരിക്കും എവാലുവേറ്റ് ചെയ്ത് പോകുക. അപ്പൊ അതിനകത്ത് ഏറ്റവും അവസാനം കൺട്രി ലെവൽ ഡൊമൈൻസ് ആണ് ആദ്യത്തെ ഒരു ഹയർ പ്രയോറിറ്റിയിൽ വന്ന് കിടക്കുന്നത്. അതിന് താഴോട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽസുകൾ എടുക്കുന്നത്, സെക്കൻഡ് ലെവൽ. അതിൽ രജിസ്റ്റേർഡ് ഡൊമൈൻസുകൾ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷൻസ്. ഇതിന്റെ പാറ്റേൺ നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കുമ്പോൾ ignore.ac.in എന്നുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ലേബലിംഗ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആള്, അത് ഏത് നേച്ചറിലുള്ളത്, ഏത് രാജ്യത്തുള്ളത്, അങ്ങനെ ഓരോരോ റേഞ്ചിലാണ് ഇതിനകത്ത് പോകുന്നത്. ഇത് ഒരു തിയറി പോർഷൻ ആണ്, പക്ക തിയറി പോർഷൻ ആണ്, നന്നായിട്ട് എഴുതാൻ പറ്റുന്നത്. ഇത് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ജനറൽ ആയിട്ട് കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച്. ഡൊമൈൻ നെയിം സെർവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല പല ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അവരെ തന്നെ നമ്മൾ പ്രൈമറി സെക്കൻഡറി പാറ്റേണിലൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതില് ഡൊമൈൻ സെർവേഴ്സ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് സോൺ എന്ന് പറയുന്നത്. സോൺ മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ട്. A zone is simply a subtree of DNS and is administrated separately. At present, there are around 13 root servers. ഇതൊക്കെയാണ് അതിനകത്ത് മെയിൻ പോയിന്റ്സുകൾ. വായിച്ചപ്പോൾ തോന്നിയ കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് റൂട്ട് സെർവർ ആണ് ബേസ് ചെയ്തുകൊണ്ട് ഓരോന്നിനെ സോൺ തിരിച്ചേ പോകുന്നതിന്റെ ഒരു സ്ട്രക്ചർ. പിന്നെ ഇതിനകത്ത് പോയിന്റ് പറയാനുള്ളത് ഈ ജനറിക് ഡൊമൈൻ നെയിംസ്, കൺട്രി ബേസ്ഡ് ഡൊമൈൻ നെയിംസ്, ന്യൂസ് ഡൊമൈൻസ്, ഇതാണ് ഒരു ഹൈറാർക്കിയൽ പാറ്റേൺ. ഈ ഒരു ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കിയിട്ട് പറയാം. The 3-character top level names are called generic domains.
ഡൊമൈൻ നെയിമിനകത്ത് ജനറിക് ഡൊമൈൻസ് കഴിഞ്ഞ് സെക്കൻഡ് ലെവൽ ഡൊമൈൻസ് ആണ് അതിന്റെ താഴെ വരുന്ന കൺട്രി ഡൊമൈൻസ് വരുന്നത്. ഇതിനകത്ത് ഇനി ആകെ ഒരെണ്ണം ഉള്ളത് ഡൊമൈൻ നെയിമിംഗ് റെസൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഡൊമൈൻ നെയിം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് അത് റിസോൾവർ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്ത് പോകുന്നു. ഒക്കെ ഒരു കാര്യം ചെയ്തുകൊണ്ടുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. 9:33 ആയി.